പേസ് ചാനലിന്റെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. മിശിഹായിൽ പ്രിയമുള്ളവരെ, ഇന്ന് ഓർമ്മകൾ സുഗന്ധധൂപമായി ഉയരുകയും മെഴുതിരികൾ മിനിഞ്ഞു കത്തുകയും അരളിപ്പൂക്കൾ കല്ലറകളിൽ നേദിക്കപ്പെടുകയും ചെയ്യുന്ന ദിവസം. മലങ്കര സുറിയാനി കത്തോലിക്ക സഭ വലിയ നോമ്പിന് മുന്നോടിയായുള്ള ഈ ഞായറാഴ്ച ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയ എല്ലാ വിശ്വാസികളെയും ഓർക്കുന്ന ദിവസമാണ്. ആനീതെ ഞായർ. ഇന്ന് തിരുസഭ നമ്മുടെ വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വേദഭാഗം യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. വേദപുസ്തകത്തെ ആഴങ്ങൾ പരിശോധിക്കുന്നതിലും ഉപരിയായി തിരുസഭയ്ക്ക് മരണത്തെക്കുറിച്ചുള്ള ദർശനവും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുമാണ് ഇന്ന് വചനവിരുന്നിൽ നാം പ്രത്യേകമായും ദർശിക്കുന്നത്. 2 ചിന്തകളാണ് ഈ ദിവസം നാം പ്രത്യേകമായും ധ്യാനിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ വിശ്വാസ പ്രമാണത്തിൽ നാം അനുദിനം ഏറ്റുപറയുന്ന ഒരു വിശ്വാസ സത്യമുണ്ട്. മരിച്ചവരുടെ ഉയിർപ്പിലും നിത്യജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്നത്. രണ്ടാമതായി, മരിച്ചവരുടെ ഓർമ്മയും മരണവും ഈ ലോകത്തിന് നൽകുന്ന വലിയ വസ്തുതകൾ എന്തെല്ലാമാണ് എന്നുള്ളത്. അനുദിനം വിശ്വാസ പ്രമാണത്തിൽ നാം ഏറ്റുചൊല്ലുന്ന വലിയ യാഥാർത്ഥ്യമാണ് നാം ഒന്നാമതായി കാണുന്നത്. മരിച്ചവരുടെ ഉയിർപ്പിലും നിത്യജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്നത്. അനുദിനം നാം ഈ വിശ്വാസ പ്രമാണം ഏറ്റുപറയുന്നുണ്ട് എങ്കിലും പലപ്പോഴും മരണത്തിനു മുൻപിൽ നാം പകച്ചു നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. മരണത്തെ പലപ്പോഴും വിശ്വാസത്തിന്റെ ഒരു വലിയ വെല്ലുവിളിയായിട്ട് പോലും നാം കാണാറുണ്ട്. അനുദിനം ഏറ്റുപറയുകയും നെഞ്ചിൽ തട്ടി പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു വിശ്വാസ സത്യം ആണ് എങ്കിൽ പോലും ജീവിതത്തിൽ മരണം നമ്മെ അഭിമുഖീകരിക്കുമ്പോൾ, നമ്മുടെ പ്രിയപ്പെട്ടവരെ അത് വന്ന് സ്പർശിക്കുമ്പോൾ പലപ്പോഴും അതിനു മുൻപിൽ നാം ഉത്തരമില്ലാതായി മാറുന്നുണ്ട്. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 989 നമ്പർ പ്രത്യേകമായിട്ടും നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ക്രിസ്തു മരിച്ചവരിൽ നിന്ന് യഥാർത്ഥമായി ഉയർത്തെഴുന്നേറ്റതുപോലെ, അവൻ നിത്യമായി ജീവിക്കുന്നതുപോലെ, നീതിമാന്മാർ ഉത്ഥിതനായ ക്രിസ്തുവിനോടുകൂടെ മരണശേഷം എന്നേക്കും ജീവിക്കുമെന്ന് നാം വിശ്വസിക്കുകയും അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ഇതാണ് തിരുസഭയ്ക്ക് മരണത്തെക്കുറിച്ചുള്ള ദർശനം, മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്. മിശിഹ യഥാർത്ഥത്തിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ, അവിടുന്ന് നിത്യമായും ജീവിക്കുന്നതുപോലെ, നീതിമാന്മാർ ക്രിസ്തുവിനോടുകൂടി മരണശേഷം എന്നേക്കും ജീവിക്കുകയും അവസാന ദിവസം ഉയർത്തെഴുന്നേൽക്കുമെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. ഈ വലിയ സത്യത്തിന്റെ മേലാണ് ക്രൈസ്തവ വിശ്വാസം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് സഭാപിതാവായ തെർത്തുല്യൻ ഇപ്രകാരം ആദിമസഭയിൽ പഠിപ്പിച്ചത്: ക്രൈസ്തവരെ ഒരു കാരണവശാലും നമുക്ക് അവരുടെ വിശ്വാസത്തിൽ നിന്നും പിന്തിരിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. കാരണം അവരുടെ വിശ്വാസം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്, അവരുടെ വിശ്വാസം ബലപ്പെട്ടിരിക്കുന്നത് മരണത്തിന് ശേഷമുള്ള ഉയർപ്പിൽ ആണ് എന്ന്. അവരുടെ ആത്മവിശ്വാസത്തെ അതുകൊണ്ട് ഒരു കാരണവശാലും നശിപ്പിക്കുവാനായിട്ട് സാധിക്കുകയില്ല. ആദിമസഭയിൽ വിശ്വാസികൾ പ്രകടിപ്പിച്ചിരുന്ന ഈ വലിയ ആത്മവിശ്വാസത്തിന്റെ പശ്ചാത്തലം മക്കബായരുടെ പുസ്തകം നാം പ്രത്യേകം പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്. 2 മക്കബായർ 7-ാം അധ്യായം 9-ാം വാക്യത്തില് ഇപ്രകാരം നാം കാണുന്നു: പ്രപഞ്ചത്തിന്റെ രാജാവ് അനശ്വരമായ നവജീവിതത്തിലേക്ക് ഞങ്ങളെ ഉയർപ്പിക്കും എന്ന്. വീണ്ടും മക്കബായരുടെ പുസ്തകം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്രകാരം നാം വീണ്ടും വായിക്കുന്നു. 2 മക്കബായർ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പുനരുത്ഥാനത്തെക്കുറിച്ചുള്ള ദൈവം തരുന്ന പ്രത്യാശ പുലർത്തി മരിക്കുന്നതാണ് ജീവിക്കുന്നതിനേക്കാളും ഉത്തമം എന്ന്. ബാൽദേവന്മാരെ അല്ലെങ്കിൽ ചക്രവർത്തിമാരെ ആരാധിക്കുന്നതിനേക്കാളും ഉപരിയായി പുനരുത്ഥാനത്തെക്കുറിച്ച് ദൈവം നൽകുന്ന പ്രത്യാശയിൽ മരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നതായിരുന്നു പഴയ നിയമത്തിലെ നമ്മുടെ പിതാക്കന്മാരുടെ വലിയ വിശ്വാസം എന്നത്. പൗലോസ്ലേഹ തന്റെ ലേഖനങ്ങളിൽ മരണത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും സ്പഷ്ടമായും വ്യക്തമായും വെളിപ്പെടുത്തുന്ന ധാരാളം വാക്യങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ്ലേഹ ഇപ്രകാരം പഠിപ്പിക്കുന്നു: മരിച്ചവരുടെ ഉത്ഥാനമില്ലെന്ന് നിങ്ങളിൽ ചിലർക്ക് എങ്ങനെ പറയുവാനായിട്ട് സാധിക്കും? മരിച്ചവർക്ക് ഉത്ഥാനമില്ലെങ്കിൽ ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥമാണ്, ഞങ്ങളുടെ വിശ്വാസവും വ്യർത്ഥമാണ്.
ക്രൈസ്തവ വിശ്വാസവും ക്രൈസ്തവ ബോധ്യങ്ങളും പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത് ക്രിസ്തു മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വലിയ വസ്തുതയിലാണ്, ആ വലിയ ബോധ്യത്തിലാണ്. ബോധ്യത്തിന് നാം മുഖം തിരിച്ചു നിൽക്കുകയാണെങ്കിൽ ഒരുവന്റെ പ്രസംഗം വ്യർത്ഥമാണ്, ഒരുവന്റെ വിശ്വാസവും വ്യർത്ഥമാണ്. ആയതിനാൽ മിശിഹായിൽ പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ ആധാരമായി നാം അനുദിനം ഏറ്റുചൊല്ലുന്ന വിശ്വാസ പ്രമാണത്തിന്റെ ഈ വലിയ സത്യം, മരിച്ചവരുടെ ഉയർപ്പിലും പുനരുത്ഥാനത്തിലും ഞാൻ വിശ്വസിക്കുന്നു എന്നത് ക്രിസ്തുവിനോടുകൂടിയുള്ള ഉയർപ്പിലാണ്, ക്രിസ്തുവിനോടുകൂടിയുള്ള ജീവിതത്തിലാണ്. ഈ യാഥാർത്ഥ്യത്തിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. മരിച്ചവരുടെ ഉയർപ്പ് എന്നത് പരിശുദ്ധ തൃത്വത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 11-ാം വാക്യത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പഠിപ്പിക്കുന്നു: യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ട് എങ്കിൽ ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. എങ്ങനെയാണ് മരിച്ചവരുടെ ആത്മാക്കൾക്ക് ജീവൻ പ്രാപ്യമാക്കുന്നത് എന്ന് പൗലോസ് ശ്ലീഹ പഠിപ്പിക്കുകയായിരുന്നു. യേശുവിനെ ഉയർപ്പിച്ചവന്റെ ആത്മാവാണ്, പിതാവായ ദൈവമാണ് മനുഷ്യ മക്കളുടെ ആത്മാക്കൾക്ക് ജീവൻ നൽകുന്നത്. വീണ്ടും പൗലോസ് ശ്ലീഹ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തിനുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടും. മരിച്ചവരിൽ നിന്ന് യേശുവിനെ ഉയർപ്പിച്ച ദൈവത്തിനുള്ള വിശ്വാസം നിമിത്തം നിങ്ങൾ അവനോടുകൂടി ഉയർപ്പിക്കപ്പെടും. നാം ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗത്തിലും ഇതുതന്നെയാണ് മിശിഹ നമ്മോടും ആഹ്വാനം ചെയ്യുന്നത്. പിതാവ് മരിച്ചവരെ ജീവിപ്പിച്ച് അവർക്ക് ജീവൻ നൽകുന്നത് പോലെ പുത്രനും തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ജീവൻ നൽകുന്നു. യഹൂദ വിശ്വാസത്തിന്റെ വലിയൊരു യാഥാർത്ഥ്യമായിരുന്നു ദൈവമാണ് മരിച്ചവർക്ക് ജീവൻ നൽകുന്നത്. മിശിഹ അത് അടിവരയിട്ട് പറയുകയാണ്, മരിച്ചവർക്ക് ജീവൻ നൽകുക എന്നുള്ളത് ദൈവത്തിന്റെ വലിയൊരു പ്രവൃത്തിയാണ്. രണ്ടാമതായിട്ട് പരിശുദ്ധ തൃത്വത്തിന്റെ പ്രവൃത്തിയോടൊപ്പം തന്നെ മിശിഹായിലാണ് മനുഷ്യർ ഉത്ഥിതരായിത്തീരുന്നത്. മിശിഹ ഇപ്രകാരം യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു: ഞാനാണ് പുനരുത്ഥാനവും ജീവനും എന്നത്. മരിച്ചുപോയവർക്കുള്ള വലിയ പ്രത്യാശയാണിത്. ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയവർ ഇനി ജീവിക്കേണ്ടത് മിശിഹ എന്ന വലിയ സത്യത്തിലാണ്. പൗലോസ് ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 21-ാം വാക്യത്തിൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: എന്നെ സംബന്ധിച്ച് ജീവിക്കുക എന്നത് ക്രിസ്തുവാകുന്നു, മരണം എനിക്ക് ലാഭമാകുന്നു. വീണ്ടും പൗലോസ് ശ്ലീഹ ഇപ്രകാരം ഓർമ്മിപ്പിക്കുകയാണ് തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ കൂടി: നാം അവനോടുകൂടി മരിച്ചുവെങ്കിൽ അവനോടുകൂടി ജീവിക്കുന്നതുമാണ്. നാം ക്രിസ്തുവിനോടുകൂടി മരിച്ചുവെങ്കിൽ ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയും ചെയ്യുന്നതാണ്. ക്രൈസ്തവ വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പാരമ്യത എന്ന് പറയുന്നത് ക്രിസ്തുവിനോടുകൂടി മരിക്കുകയും ക്രിസ്തുവിനോടുകൂടി ജീവിക്കുകയും ചെയ്യുക എന്നതാണ്. സഭാപിതാവായ ഐറേനിയസ് ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ഭൂമിയിൽ നിന്നുള്ള അപ്പത്തിന്റെ മേൽ ദൈവത്തിന്റെ ആശീർവാദത്തിനായുള്ള പ്രാർത്ഥന ചൊല്ലിക്കഴിയുമ്പോൾ അത് എപ്രകാരം ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി മാറുന്നുവോ, അതേപോലെ ക്രിസ്തുവിന്റെ ശരീരരക്തങ്ങളിൽ സംബന്ധിക്കുകയും അത് ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നവർ അവനോടുകൂടി നിത്യമായി ഉയർപ്പിക്കപ്പെടുന്നു. ക്രിസ്തുവിൽ മരിച്ചവൻ ക്രിസ്തുവിൽ ജീവിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ വിശ്വാസവും ഏറ്റവും വലിയ യാഥാർത്ഥ്യവും. നാം ഏറ്റുപറയുന്ന വിശ്വാസ പ്രമാണം നമ്മെ ഈ വലിയ ബോധ്യത്തിലേക്കാണ് നടത്തുന്നതും നയിക്കുന്നതും. മരണം എന്ന യാഥാർത്ഥ്യത്തിന് മുൻപിൽ ഭയപ്പെടാതെ ഇത് പരിശുദ്ധ തൃത്വത്തിന്റെ പ്രവൃത്തിയാണ്, മരണത്തിന് ശേഷമുള്ള പുനരുത്ഥാനം എന്ന് വിശ്വസിച്ചുകൊണ്ട് അവനിൽ ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ നന്മ എന്ന് വിശ്വസിച്ചുകൊണ്ട് മരണാനന്തര ജീവിതത്തിന് വേണ്ടി നോക്കി പാർക്കുക. രണ്ടാമതായി മരണവും മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മയും നമ്മെ പ്രത്യേകമായും ക്ഷണിക്കുന്നത് 3 കാര്യങ്ങളിലേക്കാണ്. ഒന്നാമതായി മരണത്തെ ഭയപ്പെടാതിരിക്കുക, കാരണം നാം മരിക്കുന്നത് ക്രിസ്തുവിലാണ്. സുവിശേഷങ്ങളിൽ മരണത്തെക്കുറിച്ച് പ്രത്യേകമായും രേഖപ്പെടുത്തിയിരിക്കുന്ന 3 പശ്ചാത്തലങ്ങളിലും നയീനിലെ വിധവയുടെ മകൻ മരിക്കുമ്പോൾ, ലാസർ മരിക്കുമ്പോൾ, ബാലിക മരിച്ചു കിടക്കുമ്പോൾ ഇവിടെയെല്ലാം ക്രിസ്തുവിന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. അവർ മരിച്ചു കിടക്കുമ്പോഴും അവർ ഉയർപ്പിക്കപ്പെടുമ്പോഴും ക്രിസ്തുവിന്റെ വലിയ സാന്നിധ്യം അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോടുകൂടെയുണ്ട് എന്നുള്ള ക്രിസ്തുവിന്റെ വലിയ ആഹ്വാനമാണ് ഇത് നമുക്ക് നൽകുന്ന ബോധ്യം. ആകയാൽ അവരെ മരണത്തെക്കുറിച്ച് നാം ഭയപ്പെടാതിരിക്കുക,
കാരണം നമ്മുടെ മരണസമയത്ത് ക്രിസ്തു നമ്മോടുകൂടിയിട്ടുണ്ട്, നമ്മെ ഉയർപ്പിലേക്ക് നയിക്കുവാനായി. രണ്ടാമതായി മരണം നമ്മെ ക്ഷണിക്കുന്നത് കൂടുതൽ സ്നേഹിക്കുവാനാണ്, കൂടുതൽ ഊഷ്മളതയുള്ള ബന്ധങ്ങൾ സ്ഥാപിക്കുവാനാണ്. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണദിനങ്ങളും മരണനിമിഷങ്ങളുമൊക്കെ നമുക്കേറെ സങ്കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിന് യാതൊരുവിധമായ സംശയങ്ങളുമില്ല. പക്ഷെ അവ നമ്മെ കൂടുതലായിട്ടും ക്ഷണിക്കുന്നത് നമ്മുടെ ജീവിതത്തെ കുറെ കൂടി സ്നേഹത്താൽ ആർദ്രമാക്കുന്നതിന് വേണ്ടിയിട്ടാണ്, നമ്മുടെ ബന്ധങ്ങളെ കുറെ കൂടി ഊഷ്മളതയുള്ളതാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കാരണം സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ്, അതിൻ്റെ പ്രവാഹത്തെ തടഞ്ഞു നിർത്തുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല എന്ന് ഉത്തമഗീതം 8-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. സ്നേഹം മരണത്തേക്കാൾ ശക്തമാണ്. സ്നേഹം എല്ലാ ബന്ധങ്ങളെയും നവമാക്കുകയും കൂടുതൽ പുതുതാക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് മരിച്ചവരെ നാം വീണ്ടും ഓർക്കുകയും അവർ നമ്മുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത്. അവരുടെ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ പുതിയ പ്രവാഹങ്ങൾ തീർക്കുന്നത്. മൂന്നാമതായി മരിച്ചവരെ കുറിച്ചുള്ള ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും അവർക്ക് വേണ്ടി ബലിയർപ്പിച്ചുകൊണ്ടുമാണ്. മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭയുടെ പാരമ്പര്യവും പഴയ നിയമം മുതൽ നാം അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ യാഥാർത്ഥ്യവുമാണ്. മക്കബായരുടെ പുസ്തകം, പ്രത്യേകിച്ച് മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 45-ാം വാക്യത്തിൽ മരിച്ച പാപപരിഹാരം ലഭിക്കുന്നതിനായി അവൻ പാപപരിഹാര ബലി അനുഷ്ഠിച്ചു എന്ന് നാം വായിക്കുന്നു. മരിച്ചവർ ഉയർക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നുവെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് നിഷ്പ്രയോജനവും ഭോഷത്വവുമായിരിക്കുമെന്ന് 2 മക്കബായർ 12-ാം അധ്യായം 44-ാം വാക്യത്തിൽ നാം വായിക്കുകയും ചെയ്യുന്നു. നമ്മെ സ്നേഹിച്ച നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മ നാം അനുവർത്തിക്കേണ്ടത് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ്, അവർക്ക് വേണ്ടി ബലികൾ അർപ്പിച്ചുകൊണ്ടാണ്, അവരുടെ ഓർമ്മകളിൽ നാം ജീവിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും അവരുടെ ഓർമ്മകൾ നമ്മുടെ ജീവിതത്തിന് പുതിയ ദിശാബോധം നൽകട്ടെ. അവരെക്കുറിച്ചുള്ള സ്മരണകൾ നമ്മുടെ ജീവിതത്തിൽ പുതിയ അധ്യായങ്ങൾ നൽകട്ടെ. മൂന്നാമതായി പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക എന്നുള്ളതാണ് ഈ ദിവസം നമുക്ക് ചെയ്യുവാനുള്ളത്. തിരുസഭ കാരുണ്യവർഷമായി പ്രത്യേകം ആഘോഷിക്കുകയും അതിനുവേണ്ടി ഒരുങ്ങുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവർക്ക് വേണ്ടി ബലിയർപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാരുണ്യ പ്രവൃത്തി. തിരുസഭയുടെ പാരമ്പര്യത്തിലും പഴയ നിയമം മുതൽക്കുള്ള ചരിത്രത്തിലും നാം ഇത് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് മക്കബായരുടെ 2-ാം പുസ്തകം 12-ാം അധ്യായം 44-ും 45-ഉം വാക്യങ്ങളിൽ മരിച്ചവർക്ക് വേണ്ടി പാപപരിഹാര ബലിയർപ്പിക്കുന്ന യഹൂദ സമൂഹത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്തെന്നാൽ ഇപ്രകാരം ചെയ്യുന്നത് നമുക്ക് വേണ്ടി അവർ സ്വർഗത്തിൽ മധ്യസ്ഥം വഹിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അവരുടെ സ്മരണകളും അവരുടെ ഓർമ്മകളും നമ്മുടെ ജീവിതത്തിന് ദിശാബോധം നൽകട്ടെ. ഈ വർഷത്തെ കാരുണ്യവർഷത്തിന്റെ ഏറ്റവും വലിയ ആഘോഷം നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അർപ്പിക്കുന്ന പ്രാർത്ഥനകളും അർപ്പിക്കുന്ന ബലികളുമാകട്ടെ. അവർക്ക് മുൻപിൽ നേദിക്കുന്ന സുഗന്ധധൂപമാകട്ടെ. അവരുടെ ഓർമ്മകൾക്ക് മുൻപിൽ കത്തിക്കുന്ന മെഴുതിരികളാകട്ടെ. അവരുടെ സ്മൃതി കുടീരങ്ങൾക്ക് മുൻപിൽ അർപ്പിക്കുന്ന അരളിപ്പൂക്കളാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.